18 മണിക്കൂറോളം ക്യൂ നിൽക്കാൻ പറ്റുന്നവരോട് വന്നാൽ മതി എന്നാണ് അദ്ദേഹം പറയുന്നത്. അദ്ദേഹം എന്തടിസ്ഥാനത്തിലാണ് പറയുന്നത്? ചിലപ്പോൾ അദ്ദേഹം പോകുന്ന വലിയ വലിയ ക്ഷേത്രങ്ങളിൽ അദ്ദേഹത്തിന് VIP പരിഗണന കിട്ടുമായിരിക്കും. അല്ല, എല്ലാം അറിഞ്ഞുകൊണ്ട് തന്നെയാണ് പിണറായി വിജയൻ ചെയ്യുന്നത്. എന്തുകൊണ്ടാണ് അത്ര ദുരിതമായിട്ട് കൈക്കുഞ്ഞുങ്ങൾ ഉൾപ്പെടെ അനുഭവിച്ചത് കഴിഞ്ഞ 2 ദിവസക്കാലങ്ങൾ? എല്ലാ ഭാഗത്തുനിന്നും കയറി വരില്ലേ, വരക്കൂട്ടത്തിന്റെ അവിടെ നിന്ന് എല്ലാ ഭാഗത്തുനിന്നും ഒരു നിയന്ത്രണം പോലും ഇല്ല. ശബരിമല കയറ്റം കഠിനമെന്റെ പിണറായി വിജയ എന്ന് പറയേണ്ട അവസ്ഥയായി ഇപ്പോൾ കാര്യങ്ങളുടെ കിടപ്പ്. അയ്യപ്പന്മാരെ എത്രത്തോളം ദ്രോഹിക്കാൻ കഴിയുമോ അത്രത്തോളം മനോഹരമായി തന്നെ പിണറായി വിജയൻ ദ്രോഹിച്ചുകൊണ്ടിരിക്കുന്നുണ്ട്. അതിനുള്ള അടയാളം തന്നെയാണ് മണ്ഡലകാലം തുടങ്ങിയപ്പോൾ തന്നെ അയ്യപ്പന്മാർ ഈ അനുഭവിക്കുന്നതൊക്കെ. എന്തായാലും കഴിഞ്ഞ കുറച്ച് ദിവസങ്ങളായി നമ്മൾ കണ്ടുകൊണ്ടിരിക്കുന്നത് അയ്യപ്പന്മാരുടെ തീരാ ദുഃഖം തന്നെയാണ്. അയ്യനെ ഒരു നോക്ക് കാണാനായി എത്തുന്ന കന്യാസ്വാമികൾ വരെ പമ്പയിലെത്തി മാലയൂരി പോകുന്ന ഒരു കാഴ്ചയാണ് നമ്മൾ കണ്ടുകൊണ്ടിരുന്നത്. എന്തായാലും ഈ ഒരു വിഷയവുമായി ബന്ധപ്പെട്ട് സംസാരിക്കാൻ നമുക്കൊപ്പം ഇപ്പോൾ ചേരുന്നത് അഡ്വക്കേറ്റ് RS രാജീവാണ്. അദ്ദേഹത്തിന്റെ വാക്കുകളിലേക്ക് നമുക്ക് പോകാം. സർ, എന്ത് തോന്നുന്നു ഈ ഒരു കാഴ്ച കാണുമ്പോൾ? വളരെ അതികഠിനമാണ് പറയുന്നത്. സർക്കാർ അധികാരത്തിലേറി അയ്യപ്പന്മാരെ ദ്രോഹിക്കാവുന്നതിനും അപ്പുറം ദ്രോഹിച്ചുകൊണ്ടിരിക്കുന്ന ഒരു കാഴ്ച തന്നെയാണ് ഈ മണ്ഡലകാലത്തും കാണാൻ കഴിയുന്നത്. കാരണം ഒരു രീതിയിലുള്ള സജ്ജീകരണങ്ങളും അയ്യപ്പന്മാർ എത്തിയിട്ടും ഒരു രീതിയിലുള്ള സജ്ജീകരണങ്ങളും ഇത്രയും നാളുകളായിട്ട് നടത്തിയിട്ടില്ല. വലിയ അയ്യപ്പ സംഗമം എല്ലാം നടത്തിയെങ്കിലും ഇപ്പോഴും ഭക്തനായിട്ടില്ല എന്ന് വേണം പറയാം. അപ്പൊ ഇതിന് പിണറായിക്ക് വലിയൊരു രീതിയിലുള്ള തിരിച്ചടി തന്നെ അയ്യപ്പൻ നൽകും എന്നുള്ള രീതിയിലാണ് കാര്യങ്ങളുടെ സംസാരം. തീർച്ചയായിട്ടും. കാരണം നമുക്കറിയാം, ഈ ഗവൺമെന്റ് വന്നതിന് ശേഷം ശബരിമലയെ ഒരു കറവ പശുവായിട്ടാണ് കാണുന്നത്. സാമ്പത്തികം മാത്രം മതി, പക്ഷെ അവിടുത്തെ അടിസ്ഥാന സൗകര്യങ്ങളൊന്നും കൃത്യമായിട്ട് നടത്തുവാൻ വേണ്ടി ഈ സർക്കാരിനോ ദേവസ്വം ബോർഡിനോ സാധിച്ചിട്ടില്ല. അവിടെ നടക്കുന്നത് തട്ടിപ്പും വെട്ടിപ്പും കൊള്ളയും മാത്രമാണെന്ന് പുറം ലോകം ഇന്ന് വളരെയധികം വിശ്വസിക്കുന്ന സാഹചര്യത്തിലൂടെയാണ് കടന്നു പോകുന്നത്. നമുക്കറിയാം, ഒരു കാലഘട്ടത്തിലും ഇല്ലാത്തതുപോലെ നിരവധിയായിട്ടുള്ള അയ്യപ്പ ഭക്തന്മാർ കഴിഞ്ഞ 41 ദിവസം വ്രതമെടുത്ത് നിൽക്കുന്ന ആൾക്കാരാണ്. അവരാണ് ഈ ആദ്യ കാലങ്ങളിൽ വരുന്നത്. അവരെ സംബന്ധിച്ചിടത്തോളം അവരുടെ ആചാരങ്ങളും അനുഷ്ഠാനങ്ങളും ഒക്കെ മാറ്റിവെച്ചുകൊണ്ട് അയ്യപ്പന് അഭിഷേകം പോലും ചെയ്യാൻ സാധിക്കാതെ തിരിച്ചിറങ്ങിപ്പോകുന്ന ഒരു സാഹചര്യം ഇതുവരെ ഈ ശബരിമലയിൽ ഉണ്ടായിട്ടില്ല. ആ സാഹചര്യം സൃഷ്ടിച്ചത് യഥാർത്ഥത്തിൽ ഇവിടുത്തെ ദേവസ്വം ബോർഡും അതോടൊപ്പം തന്നെ വകുപ്പ് മന്ത്രിയും സർക്കാരുമാകുന്ന കാര്യത്തിൽ യാതൊരു സംശയവുമില്ല. നമ്മൾ മനസ്സിലാക്കണം, 12 മണിക്കൂറിലധികം ക്യൂ നിൽക്കേണ്ടി വരികയാണ്. കുട്ടികളുടെ വിളികൾ, നിലവിളികൾ എല്ലാം ശരിക്കും ഒരു ഏകാന്ത തടവറയിൽ ആൾക്കാരുണ്ടെന്നേ ഉള്ളൂ. തടവറയിൽ ആൾക്കാർ ഇട്ടിരിക്കുന്ന സമീപനം പോലെയാണ് ശരിക്കും അവിടുത്തെ അയ്യപ്പ ഭക്തന്മാർ അനുഭവിച്ചിരിക്കുന്നത്. ആ നിൽക്കുന്ന ആൾക്കാർക്ക് കുടിവെള്ളം കൊടുക്കാൻ വേണ്ടി സാധിക്കുന്നില്ല, എന്തെങ്കിലും ലഘു ഭക്ഷണം കൊടുക്കാൻ വേണ്ടി സാധിക്കുന്നില്ല. അവരിടുന്ന കാണിക്കയും അതോടൊപ്പം തന്നെ നെയ്യും അതൊക്കെ ലേലം ചെയ്ത് വിൽക്കുക മാത്രമേ, അതുവഴി സാമ്പത്തികം ഉണ്ടാക്കുക മാത്രമായിട്ട് അയ്യപ്പ ഭക്തരെ കാണുന്നു. അയ്യപ്പ ഭക്തരെ ചൂഷണം ചെയ്യുന്ന സാഹചര്യമാണ് ഇപ്പോൾ അവിടെ നടക്കുന്നത്. മറിച്ച് മറ്റൊരു വിരോധാഭാസം എന്ന് പറയുന്നത്, വകുപ്പ് മന്ത്രി പറയുകയാണ് ഞങ്ങൾക്ക് ഇലക്ഷൻ കമ്മീഷൻ അനുമതി തന്നില്ല, ഏകോപനം നടത്തുവാനുള്ള അനുമതി തന്നില്ല എന്ന് പറയുമ്പോൾ ഞാനൊന്ന് കേൾക്കട്ടെ. ഇവിടെ ഏതാണ്ട് 9-ാം തീയതിയാണ് ഇലക്ഷൻ കമ്മീഷൻ വിജ്ഞാപനം പുറപ്പെടുവിച്ചത്. 9-ാം തീയതി പ്രഖ്യാപിച്ചു കഴിഞ്ഞാൽ 10 ദിവസം കഴിയുമ്പോൾ നട തുറക്കുകയാണ്. ആ 10 ദിവസം കൊണ്ടാണോ ദേവസ്വം വകുപ്പ് മന്ത്രി ഏകോപനം നടത്താൻ വേണ്ടി പോകുന്നത്? ഇവിടെ ഹൈക്കോടതിയുടെ നേരത്തെ തന്നെ പറഞ്ഞിട്ടുണ്ട്, ഒരു 3-4 മാസത്തിന് മുമ്പ് തന്നെ ആ ശബരിമലയുടെ മണ്ഡലകാലത്തെ വ്യക്തമായിട്ടുള്ള അടിസ്ഥാന സൗകര്യ വികസനങ്ങൾ നടത്തണം, അവിടുത്തെ എല്ലാ പോരായ്മകളും പരിഹരിക്കണം, ഭക്തർക്ക് സുഗമമായിട്ട് ദർശനം നടത്തി പോകാനുള്ള സാഹചര്യം എന്താണോ വേണ്ടത് അത് നടത്തണമെന്ന് പറഞ്ഞിട്ടുള്ള ഹൈക്കോടതിയുണ്ട്. ഈ ദേവസ്വം ബോർഡുണ്ട്, ദേവസ്വം ബോർഡ് മന്ത്രിയുണ്ട്, സർക്കാരുണ്ട്. സർക്കാർ ഒന്നും ഇതിനൊന്നും വേണ്ടി നിന്നില്ല. സർക്കാർ എന്താ ചെയ്തത്? കഴിഞ്ഞ 3 മാസം കൊണ്ട് അവിടെ ഒരു അയ്യപ്പ സംഗമം നടത്തി. ആ പമ്പയിൽ ഒരു അയ്യപ്പ സംഗമം നടത്തിയ പൈസ മാത്രം മതിയായിരുന്നു അടിസ്ഥാന സൗകര്യങ്ങൾ ഉണ്ടാക്കാൻ വേണ്ടി. ആ പൈസ മാത്രം എന്തിനാണ് അത് നടത്തിയത്? ഇനി ഒരു പക്ഷേ വാസവനും മുഖ്യമന്ത്രിയും വിചാരിച്ചു കാണും അവരുടെ അയ്യപ്പ സംഗമത്തിൽ നടത്തിയ ആൾക്കാർ മാത്രമേ ഇവിടെ വരുള്ളൂ എന്ന് ഒരു പക്ഷേ അവർ വിശ്വസിച്ചിട്ടുണ്ടായിരിക്കും. അത്രത്തോളം ലഘുവായിട്ടാണ് അവർ ഈ വിഷയത്തെ കാണുന്നത്. ഒരു കാര്യം, ഗുരുവായൂരും അതോടൊപ്പം തന്നെ ശബരിമലയും ഉള്ളത് കൊണ്ടാണ് വാസവൻ എന്നൊരു മന്ത്രി കേരളത്തിലുള്ളതെന്ന് മനസ്സിലാക്കണം. ദേവസ്വം എന്ന് പറയുന്ന സാധനം ഇത് രണ്ടും പ്രഥമമായിട്ട് നിൽക്കുന്ന ഒരു സാധനമാണ്, ആ മന്ത്രി ഉള്ളതാണ്. അപ്പൊ മന്ത്രി മനസ്സിലാക്കേണ്ടത് താൻ ഇരിക്കുന്നത് ശബരിമലയും ഗുരുവായൂരും പോലെയുള്ള ക്ഷേത്രങ്ങൾ ഉള്ളത് കൊണ്ടാണ്. അപ്പൊ ആ ക്ഷേത്രത്തിന് വേണ്ടിയിട്ടുള്ള സാഹചര്യങ്ങൾ ഒരുക്കാൻ തയ്യാറായില്ലെങ്കിൽ ഭക്തരുടെ ഭാഗത്തു നിന്നും വ്യക്തമായിട്ടുള്ള മറുപടി അതിനുണ്ടാവും. സർക്കാർ തീവെട്ടിക്കൊള്ള നടത്തും പോലെയല്ല, ഇവിടത്തെ വരുന്ന ഭക്തർ അവന്റെ വിയർപ്പിന്റെ ഒരു അംശം അവിടെ അർപ്പിക്കുന്നുണ്ടെങ്കിൽ അത് അവന്റെ വിശ്വാസത്തിന്റെ ഭാഗമായിട്ട്, ആ വിശ്വാസം കെടുത്താൽ സർക്കാർ പെട്ടുപോകുന്ന ഒരു സാഹചര്യമാണ്. അതുകൊണ്ട് അടിയന്തരമായിട്ട്, കാരണം എന്ന് വെച്ചാൽ ഇവിടെ പോലീസ് പറയാതിരിക്കാൻ പറ്റില്ല. ശ്രീജിത്ത് പറഞ്ഞ എന്താണ്, 18 മണിക്കൂറോളം ക്യൂ നിൽക്കാൻ പറ്റുന്നവരോട് വന്നാൽ മതി എന്നാണ് അദ്ദേഹം പറയുന്നത്. അദ്ദേഹം എന്തടിസ്ഥാനത്തിലാണ് പറയുന്നത്? ചിലപ്പോൾ അദ്ദേഹം പോകുന്ന വലിയ വലിയ ക്ഷേത്രങ്ങളിൽ അദ്ദേഹത്തിന് VIP പരിഗണന കിട്ടുമായിരിക്കും. പക്ഷെ പാവങ്ങൾ 10-41 ദിവസം കുട്ടികളുമായിട്ട് മാളികപ്പുറങ്ങൾ ആദ്യമായിട്ട് ശബരിമല വരുന്ന കുട്ടികൾ ഉൾപ്പെടെ ഉള്ളവർ 18 മണിക്കൂർ നിൽക്കുന്നതെന്ന് പറഞ്ഞാൽ അതൊരു ത്യാഗമാണ്.
അത് നമ്മൾ മനസ്സിലാക്കണം. അവര് അയ്യപ്പനെ കാണുന്നു പറഞ്ഞ് ഉറച്ച വിശ്വാസത്തിൽ വരുന്നവരുണ്ട്. പക്ഷെ അവർക്ക് കൊടുക്കേണ്ട ന്യായമായിട്ടുള്ള ഒരു ഭക്തന് കൊടുക്കേണ്ട ന്യായമായിട്ടുള്ള അംഗീകാരം അത് കൊടുക്കാൻ ഇവിടുത്തെ സർക്കാർ ബാധ്യസ്ഥരാണ്, അവിടുത്തെ പോലീസ് ബാധ്യസ്ഥരാണ്. എന്തുകൊണ്ട് ഇത്രയും ആൾക്കാർ അവിടെ എത്തി അതിനെക്കുറിച്ചൊന്നും അല്ല പറയുന്നത്. എന്തുകൊണ്ട് ഈ തിക്കും തിരക്കും ഉണ്ടായി അതിനെക്കുറിച്ചല്ല ശ്രീജിത്ത് പറയുന്നത്. ശ്രീജിത്ത് പറയുന്നത് എന്താണ്? നിങ്ങൾ 18 മണിക്കൂർ നിൽക്കാൻ വേണ്ടി വരണം. അതൊക്കെ അതൊക്കെ ദാഷ്ട്യം നിറഞ്ഞ ശബരിമല സന്നിധിയിൽ നിന്നുകൊണ്ട് അത്തരം ദാഷ്ട്യം നിറഞ്ഞ വാക്കുകൾ പ്രയോഗിക്കാൻ അദ്ദേഹത്തിന്റെ പാടില്ല. സത്യത്തിൽ സർക്കാരും ദേവസ്വം ബോർഡും ഈ വിഷയത്തിൽ സമ്പൂർണ്ണ പരാജയപ്പെട്ടിരിക്കുകയാണ്. ആ പരാജയം മറിച്ച് കാണാൻ വേണ്ടി ആർക്കും സാധിക്കില്ല. ഒരു ഹിന്ദു വിശ്വാസികൾക്കും സാധിക്കില്ല, ഒരു ഹിന്ദു സംഘടനകൾക്കും സാധിക്കില്ല, ഒരു അയ്യപ്പ ഭക്തനും സാധിക്കില്ല എന്നുള്ളതാണ് വസ്തുത. അടിയന്തര പ്രാധാന്യത്തോടു കൂടി അവിടുത്തെ നിയന്ത്രണം നമ്മൾ അത് നോക്കണം. അവിടെ ഒരുപാട് ബിൽഡിംഗ് കയറി പോകുമ്പോൾ നമ്മൾ പമ്പയിൽ നിന്നും കയറി പോകുമ്പോൾ നിരവധിയായിട്ടുള്ള ബിൽഡിംഗ് കെട്ടിയിട്ടുണ്ട്. ആ ബിൽഡിങ്ങിലൊക്കെ അടിസ്ഥാന സൗകര്യങ്ങളായിട്ടുള്ള കുടിവെള്ളവും മറ്റു ലഘുഭക്ഷണങ്ങളും കൊടുക്കാനുള്ള സാഹചര്യമുണ്ട്. അവർക്ക് വിശ്രമ കേന്ദ്രങ്ങൾ ഉണ്ടാക്കാനുള്ള സാഹചര്യമുണ്ട്. ഇതൊക്കെ മാറ്റി വെച്ചുകൊണ്ട് എന്ത് പരിപാടിയാണ് സത്യത്തിൽ ഇവർ നടക്കുന്നത്? ഇവർക്ക് അറിയാവുന്ന ആകപ്പാട പണി ഇരുട്ടിന്റെ മറവിൽ മോട്ടിക്കുക എന്നുള്ളതല്ലാതെ വേറെ ഒന്നുമില്ല. അയ്യപ്പന് അവർക്ക് താല്പര്യമില്ല, അവിടെ വരുന്ന ഭക്തനെയും താല്പര്യമില്ല. ഭക്തർ ഇടുന്ന കാണിക്കയും ഭക്തർ കൊടുക്കുന്ന സ്വർണവും അതോടൊപ്പം തന്നെ മറ്റ് ആഭരണങ്ങളും അതിലേക്കാണ് സത്യത്തിൽ ഈ സർക്കാരിന്റെയും ദേവസ്വം ബോർഡിന്റെയും കണ്ണ് എന്നുള്ളത് ഒരിക്കൽ കൂടി ഈ മണ്ഡലകാലം തെളിയിച്ചിരിക്കുകയാണ്. സാർ, ഇതിന്റെ ദേവസ്വം ബോർഡ് ഇപ്പോഴത്തെ ദേവസ്വം ബോർഡ് പ്രസിഡന്റ് വരെ പറഞ്ഞത് യാതൊരു വിധത്തിലുള്ള സജ്ജീകരണങ്ങളും ഒരുക്കിയിരുന്നില്ല. ഒരു എന്താ പറയാ, ആദ്യമായിട്ടാണ് ഒരു സീസൺ, ശബരിമല സീസൺ ഇത്രത്തോളം പ്രശ്നമാക്കുന്നതെന്നാണ് അദ്ദേഹം കാണുന്നതെന്നാണ് അദ്ദേഹം തന്നെ പറയുന്നത്. അതായത് സർക്കാരിനെതിരെ അദ്ദേഹം തന്നെ തുറന്നടിക്കുന്ന ഒരു അവസ്ഥ. തീർച്ചയായിട്ടും അദ്ദേഹം പറഞ്ഞ വാക്കുകൾ അദ്ദേഹത്തെ നമ്മൾ കുറ്റപ്പെടുന്നില്ല. 2 ദിവസമുള്ളപ്പോൾ വന്നിരുന്ന ഒരാളെ സംബന്ധിച്ചിടത്തോളം അവിടുത്തെ അഡ്മിനിസ്ട്രേഷനെ കുറിച്ചോ വരുന്ന മണ്ഡലകാലത്തിൽ എടുക്കേണ്ട സാഹചര്യങ്ങളെ കുറിച്ചോ പദ്ധതികളെ കുറിച്ചോ ഒന്നും തന്നെ നമ്മൾ മനസ്സിലാക്കേണ്ടത് ഒരു ഏകോപന സംവിധാനം അവിടെ നടത്തിയിട്ടില്ലല്ലോ. മന്ത്രിമാർ നിരവധിയായിട്ടുള്ള വകുപ്പുണ്ട്. ഇലക്ട്രിസിറ്റി വകുപ്പുണ്ട്, ജലസേചന വകുപ്പുണ്ട്, ഫോറസ്റ്റ് വകുപ്പുണ്ട്. ഇങ്ങനെ നിരവധിയായിട്ടുള്ള വകുപ്പുകളുടെ ഒരു ഏകോപനം അവിടെ നടന്നിട്ടുണ്ടോ? നടന്നിട്ടില്ല. അവിടെ ഏകോപനം ഞാൻ പറഞ്ഞില്ല, പമ്പയിൽ സംഗമം നടത്താനുള്ള ഏകോപനം നടന്നു. ഉണ്ണികൃഷ്ണൻ പോറ്റി ഉൾപ്പെടെയുള്ള കള്ളന്മാരുമായിട്ടൊരു ഏകോപനം നടത്തി, കച്ചവടം നടത്തി എന്നല്ലാതെ ശബരിമലയിൽ വന്ന് നിരവധിയായിട്ടുള്ള മറ്റു സംസ്ഥാനങ്ങളിൽ നിന്ന് ഉൾപ്പെടെ വരുന്ന അയ്യപ്പ ഭക്തർക്ക് അവർക്ക് മനഃശാന്തിയോടുകൂടി നിന്ന് തൊഴുത് അയ്യപ്പന് അഭിഷേകം നടത്തി തിരിച്ചു പോകുവാനുള്ള ഒരു സംവിധാനം, ആ സംവിധാനം ഒരുക്കുവാൻ വേണ്ടിയിട്ട് ദേവസ്വം ബോർഡ് മുൻ പ്രസിഡന്റ് ഉൾപ്പെടെ ഇറങ്ങിപ്പോയിട്ട് 2 ദിവസമായാലേ. അദ്ദേഹത്തിന് അറിയാമല്ലോ മണ്ഡലകാലം കഴിഞ്ഞാൽ 3 മാസം കഴിഞ്ഞാൽ അല്ലെങ്കിൽ 2 മാസം കഴിഞ്ഞാൽ മണ്ഡലകാലം വരുമെന്ന് വാസവനും അറിയാം, പ്രശാന്തിനും അറിയാം, ഇവിടുത്തെ സർക്കാരിനും അറിയാം. പക്ഷെ അവരാരും തന്നെ ഇതിനു വേണ്ടിയിട്ട് ഒരു കാര്യവും ചെയ്തിട്ടില്ല എന്നുള്ളതാണ് ഈ 2 ദിവസം അയ്യപ്പ ഭക്തർ അനുഭവിച്ച ദുരിതങ്ങൾ എന്ന് പറയുന്നതിന്റെ വസ്തുത. എന്നാലും തെരഞ്ഞെടുപ്പ് അടുത്ത സാഹചര്യത്തിൽ കൂടെയാണ്. അപ്പോഴും ഒരു ധാർഷ്ട്യം, പിണറായിന്റെ ഒരു ധാർഷ്ട്യം നമുക്ക് കാണാനാവും. തെരഞ്ഞെടുപ്പ് എടുത്തിരിക്കുന്ന ഒരു സാഹചര്യം, ആ സമയത്ത് പോലും ജനങ്ങൾ തനിക്ക് വോട്ട് ചെയ്യും എന്നുള്ള അഹങ്കാരമാണോ? എന്തുകൊണ്ടാണ് ജനങ്ങൾക്ക് ഇത്ര ദ്രോഹം ചെയ്തു കഴിഞ്ഞാൽ ഞങ്ങൾക്കെതിരെ തിരിയും എന്നറിയാം. പക്ഷെ ഖജനാവ് കാലിയായിരിക്കുന്ന ഈ സാഹചര്യത്തിൽ തങ്ങളുടെ ഭരണം മാറി അടുത്ത ഭരണം വരട്ടെ എന്ന് വിചാരിച്ചിട്ടാണോ ഇങ്ങനെ ഒരു തന്ത്രമാണോ പിണറായി ചെയ്തുകൊണ്ടിരിക്കുന്നത്? എല്ലാം അറിഞ്ഞുകൊണ്ടാണ് ചെയ്യുന്നത്. അല്ല, എല്ലാം അറിഞ്ഞുകൊണ്ട് തന്നെയാണ് പിണറായി വിജയൻ ചെയ്യുന്നത്. കാരണം ഞാൻ പറഞ്ഞില്ല, ഈ ഗവൺമെന്റ് വന്നിട്ടുള്ള ഇനി ഇത് തീരാനുള്ള കാലാവധി ഏതാണ്ട് 3 മാസം കൂടിയുള്ളൂ. ഈ 9 വർഷവും കേരളത്തിലെ മുഴുവൻ ആരാധന, ഞാൻ പറഞ്ഞില്ലേ, സനാതന ധർമ്മത്തെ തകർക്കുവാനുള്ള ശ്രമം തന്നെയാണ് ഈ ഗവൺമെന്റ് നടത്തിയിട്ടുള്ളത്. അതിന്റെ അവസാനത്തെ ഉദാഹരണമാണ് ഇത്രയും വലിയ വിഷയങ്ങൾ കഴിഞ്ഞ കുറെ ഒരു 3-4 മാസക്കാലം കൊണ്ട് ശബരിമലയിൽ ഉണ്ടായിട്ടുണ്ട്. ആ വിഷയങ്ങൾ ഉണ്ടാകുമ്പോൾ ഒരു വിഷയം ഉണ്ടാകാതിരിക്കാനുള്ള കാര്യങ്ങളല്ലേ സ്വാഭാവികമായിട്ടും ഒരു ഭരണകർത്താക്കളുടെ ഭാഗത്തു നിന്നുണ്ടാകും. അത് ദേവസ്വം ബോർഡാകട്ടെ, ദേവസ്വം വകുപ്പ് മന്ത്രിയാകട്ടെ, സർക്കാരിന്റെ ഭാഗത്ത് അവിടെ ഒരു വിഷയം ഉണ്ടാകാൻ പാടില്ല. അത്രയ്ക്ക് പഴുതടച്ചിട്ടുള്ള ക്രമീകരണങ്ങൾ ഉണ്ടാവണം, പഴുതടച്ചിട്ടുള്ള മറ്റ് ഇൻഫ്രാസ്ട്രക്ചർ ഡെവലപ്മെന്റ് വേണം. ഇതെല്ലാം വേണമെന്ന് ചിന്തിക്കുന്ന ഒരു സർക്കാരല്ലേ സ്വാഭാവികമായിട്ടും ഉണ്ടാകേണ്ടത്. പക്ഷെ അവിടെ ഈ സർക്കാർ എന്താണ് ചെയ്തത്? തിരിഞ്ഞു നോക്കിയിട്ടില്ല എന്നുള്ളതാണ്. അയ്യപ്പ സംഗമത്തിന് ചെന്ന മന്ത്രിമാർ പോലും മുകളിൽ ശബരിമലയിലോട്ട് പോകുന്ന വഴിയിൽ എന്താണ് സംഭവിക്കുന്നത്, ആ പോകുന്നവർ ഇടത്ത് ഭക്തർക്ക് എന്തെങ്കിലും ദോഷമുണ്ടോ എന്ന് ചിന്തിക്കാൻ വേണ്ടി ഏതെങ്കിലും അവിടെ കൂടിയ ഏതെങ്കിലും മന്ത്രി പുങ്കവന്മാർ തയ്യാറായിട്ടുണ്ടോ? ഒരു മന്ത്രിമാര് പോലും ഇതിന് അനുകൂലമായിട്ടോ പ്രതികൂലമായിട്ടോ സംസാരിച്ചിട്ടുണ്ട്. എന്ന് വെച്ചാൽ അയ്യപ്പ ഭക്തന്മാർ, ഞാൻ നേരത്തെ സൂചിപ്പിച്ച പോലെ അയ്യപ്പ ഭക്തന്മാരെന്ന് വെച്ചാൽ അവരുടെ കാണിക്ക മതി, അവരുടെ നെയ് മതി, അവരുടെ തേങ്ങ മതി, അത് മാത്രം അവർക്ക് മതി. അവർക്ക് വേറെ ഒന്നും വേണ്ട. ഇതൊക്കെ വിറ്റ് കാശാക്കുക എന്നുള്ള ലക്ഷ്യത്തിനപ്പുറത്തേക്ക് ആ ശബരിമല എന്ന് പറയുന്ന ധർമ്മശാസ്താവിന്റെ മുന്നിൽ തൊഴുവാൻ വരുന്ന ഭക്തർക്ക് ഒരു കാര്യം ചെയ്യാൻ പോലും ഈ സർക്കാർ ഇരിക്കുന്ന ഒരു സാഹചര്യമാണ് ഇപ്പൊ കടന്നു പോകുന്നത്. ഇതിന്റെ ഭവിഷ്യത്ത് വളരെ വലുതാണെന്ന് സർക്കാരും ദേവസ്വം ബോർഡും തിരിച്ചറിഞ്ഞാൽ വളരെ നന്നായിരിക്കും.
എന്തായാലും തെരഞ്ഞെടുപ്പൊക്കെ അടുക്കുകയാണ്. അപ്പോൾ BJP ഇതിനെതിരെ ശക്തമായിട്ടുള്ള ഈ ഒരു വിഷയം എന്തായാലും ഊന്നിയിട്ട് ഒരു പ്രതിഷേധം ഉണ്ടാവും. അല്ല, BJPയുടെ പ്രതിഷേധത്തിന് അപ്പുറത്തേക്ക് കേരളത്തിലെ ഹിന്ദു വിശ്വാസികളുടെ പ്രതിഷേധമാണ് ഉയർന്നു വരുന്നത്. BJP അതിനോടൊപ്പം നിൽക്കുന്നു എന്നുള്ളതാണ്. ഒരു കക്ഷി പാർട്ടി എന്നുള്ള നിലയ്ക്ക് ഇവിടുത്തെ വിശ്വാസി സമൂഹത്തിനോടൊപ്പം BJP എന്ന് നിൽക്കുന്നു, ഇപ്പോഴും നിൽക്കുന്നു. ഇവിടെ ഇപ്പൊ ഉയർന്നു വരുന്നത് എന്താണ്? കേരളത്തിലെ ഹൈന്ദവ സംഘടനകൾ ഉൾപ്പെടെ പറയുന്നുണ്ട്. കാരണം ഞാൻ കേട്ട ഒരു മാധ്യമങ്ങൾ പോലും ന്യായീകരണത്തിന് നിൽക്കുന്ന കേരളത്തിലെ മാധ്യമങ്ങൾ പോലും ന്യായീകരിക്കുന്ന എന്തുകൊണ്ടാണ്? അത്ര ദുരിതമായിരുന്നു കൈക്കുഞ്ഞുങ്ങൾ ഉൾപ്പെടെ അനുഭവിച്ചത് കഴിഞ്ഞ 2 ദിവസക്കാലങ്ങൾ. എല്ലാ ഭാഗത്തുനിന്നും കയറി വരല്ലേ, വരക്കൂട്ടത്തിന്റെ അവിടെ നിന്ന് എല്ലാ ഭാഗത്തുനിന്നും ഒരു നിയന്ത്രണം പോലും ഇല്ല. അവിടെ ഇരിക്കാനുള്ള സംവിധാനം കൊടുക്കുന്നില്ല. ഓരോ സ്ഥലത്തും ഇതുണ്ടായിരുന്നു, ഷെഡുകളുണ്ട്. ആ ഷെഡുകൾ തുറന്നു കൊടുത്ത് അവർക്ക് കുറച്ച് കുടിവെള്ളം കൊടുത്ത് അങ്ങനെ അവിടുത്തെ ക്രമീകരണങ്ങൾ കുറച്ചുകൊണ്ട് പമ്പയിൽ നിന്ന് മുകളിലേക്ക് കയറുന്നതിന്റെ ആൾക്കാരുടെ തിരക്ക് കുറച്ചുകൊണ്ട് എത്രയും വേഗം അയ്യപ്പനെ തൊഴുതു പോകാനും അഭിഷേകം നടത്താനുള്ള സാഹചര്യം സൃഷ്ടിക്കാം. ഇതിനൊക്കെ നമ്മൾ പറയുന്നില്ല. 1 ലക്ഷം പേര് ഇന്നലെ പറഞ്ഞു, മൊത്തം 4 ദിവസം കൊണ്ട് 2 ലക്ഷം പേരാണ് വരുന്നത്. തിരുപ്പതി പോലെയുള്ള മഹാക്ഷേത്രങ്ങളിൽ 5 ലക്ഷവും 10 ലക്ഷമാണ് ദിവസം വന്നു പോകുന്നത്. അവിടെയൊന്നും ഈ വിഷയമില്ലല്ലോ. 1 ലക്ഷം 1.25 ലക്ഷം ആൾക്കാർ വരുന്ന ശബരിമല സന്നിധാനത്ത്, ആ സന്നിധാനത്ത് തിക്കും തിരക്കും ഇല്ലാതെ ഇത് കൊണ്ടുപോകാൻ ഇവർക്ക് സാധിക്കുന്നില്ലെങ്കിൽ അവരുടെ വീഴ്ചയല്ലേ, പിടിപ്പുകേടല്ലേ? എല്ലാ വർഷവും മണ്ഡലകാലം ഉണ്ടെന്നും മണ്ഡലകാലത്ത് കഴിഞ്ഞ വർഷത്തെക്കാളും കൂടുതൽ അയ്യപ്പ ഭക്തന്മാർ വരുമെന്നും ഒക്കെ ഈ സർക്കാരിന് അറിയാം. അപ്പൊ സർക്കാർ ഇതെന്തിനാണ്? വെറും തമാശ കളിയായിട്ട് എടുത്തിരിക്കുകയാണ്. മറ്റേ ഈ സ്വർണ്ണക്കടത്ത് കേസ് അട്ടിമറിച്ചതുപോലെ ഇതും അങ്ങ് ഇതൊരു വിഷയമായി അങ്ങ് പോകുമ്പോ സ്വാഭാവികമായിട്ട് സ്വർണ്ണക്കടത്ത് അടിപ്പും. അതെ, അതാണ് ഞാൻ ചോദിക്കാൻ വേണ്ടത്. വാസുവിന്റെ അറസ്റ്റ് മാധ്യമങ്ങളുടെ ശ്രദ്ധ തിരിക്കാൻ വേണ്ടിയിട്ടാണോ ഈ ഒരു മണ്ഡലകാലം ഇത്രയും വലിയ പ്രശ്നത്തിലേക്ക് നയിച്ചത്? കടകംപള്ളിയുടെ വിശ്വസ്തനായിട്ടുള്ള കടകംപള്ളി സുരേന്ദ്രൻ കണ്ടിട്ടുള്ള സത്യസന്ധനായിട്ടുള്ള ആ വാസുവിനെ സംരക്ഷിക്കാൻ വേണ്ടിയാണ് വിശ്വാസികളെ സത്യത്തിൽ ബലി കൊടുക്കുന്നത്. ആ വാസുവിന്റെ കേസും വാസുവിൽ നിന്നും പത്മകുമാറിലേക്കുള്ള ആ ദൂരം കുറയ്ക്കുക, പത്മകുമാറിനെ സംരക്ഷിക്കുക, അതിനു വേണ്ടിയിട്ടാണ് മറ്റൊരു ഇഷ്യൂ ഉണ്ടാക്കുന്നത്. അപ്പോ ഹിന്ദുക്കളായിട്ടുള്ള അല്ലെങ്കിൽ അയ്യപ്പ വിശ്വാസികളായിട്ടുള്ള ആൾക്കാർ അവിടെ വന്ന് എന്തെങ്കിലും വിഷയമുണ്ടായി അല്ലെങ്കിൽ ഇവരുടെ പിടിപ്പുകേട് കൊണ്ട് എന്തെങ്കിലും ഒരു പ്രശ്നം ഉണ്ടായി കഴിഞ്ഞാൽ ആ പ്രശ്നത്തിന്റെ പിറകിൽ പോകും കേരളം ആ പ്രശ്നത്തിന്റെ പിറകിൽ പോകും. അപ്പോൾ പത്മകുമാറിനെ രക്ഷിച്ചെടുക്കാം, വാസുവിനെ രക്ഷിച്ചെടുക്കാം, എല്ലാരും രക്ഷിച്ചെടുക്കാം എന്നുള്ള വ്യാമോഹമാണ് സത്യത്തിൽ ഈ സർക്കാരിനുള്ളത്. അയ്യപ്പനോടാണ് കളി.